ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ സ്വീഡനെ കുറിച്ചുള്ള 20 ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ സ്വീഡൻ എന്ന കൺട്രി അറിയപ്പെടുന്നത് ശരിക്കും കിങ്ഡം ഓഫ് സ്വീഡൻ എന്നാണ്. രണ്ടാമത്തെ കാര്യം, സ്വീഡൻ്റെ 69% ഫോറസ്റ്റാണ്. മൂന്നാമത്തേത്, ലോകത്ത് ഏറ്റവും കൂടുതൽ ലേക്സ് ഉള്ള ഒരു കൺട്രിയാണ് സ്വീഡൻ. ഇവിടെ ഓൾമോസ്റ്റ് 95,700 ലേക്സ് ഉണ്ട്. നാലാമത്തേത്, സ്വീഡനിലെ പൈപ്പ് വാട്ടർ ഡ്രിങ്കബിൾ ആണ്. അതായത് ഏത് പൈപ്പിൽ നിന്ന് നമുക്ക് വെള്ളം എടുത്ത് കുടിക്കാം, പേടിക്കാതെ തന്നെ, കാരണം എല്ലാം ഡ്രിങ്കബിൾ ആണ്. പിന്നെ അഞ്ചാമത്തേത്, സ്വീഡനിലെ 99% ഓഫ് വേസ്റ്റും റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ പ്ലാസ്റ്റിക് ആയാലും ഫുഡ് വേസ്റ്റ് ആയാലും എല്ലാം ഇവർ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ആറാമത്തെ കാര്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്ന കൺട്രികളിൽ ഒന്നാണ് സ്വീഡൻ. ഇവിടെ ഓൾമോസ്റ്റ് 31% ആണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ മെറ്റേണിറ്റി ലീവും പെറ്റേണിറ്റി ലീവും ഉള്ളൊരു കൺട്രിയാണ് സ്വീഡൻ. ഇവിടെ ഓൾമോസ്റ്റ് 480 ഡേയ്സ് ആണ് മെറ്റേണിറ്റി ലീവായിട്ട് ഉള്ളത്. ഇനി എട്ടാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു മാസം ചൈൽഡ് അലവൻസ് ആയിട്ട് ഇന്ത്യൻ മണി 10,000 രൂപയോളം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് സ്വീഡിഷ് ക്രോണയിൽ പറയുകയാണെങ്കിൽ ഏകദേശം 1,300 ക്രോണ കിട്ടുന്നുണ്ട്. ഇനി ഒമ്പതാമത്തെ ഫാക്റ്റ്, സ്വീഡൻ്റെ നാഷണൽ കളർ എന്ന് പറയുന്നത് യെല്ലോ ആൻഡ് ബ്ലൂ ആണ്. അത് തന്നെയാണ് ഇവിടുത്തെ ഫ്ലാഗിൻ്റെ കളറും. 10th ഫാക്റ്റ്, സ്വീഡനിലെ നാഷണൽ ആനിമൽ എന്ന് പറയുന്നത് മൂസാണ്. 11ാമത്തെ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സ്വീഡൻ കൺട്രിയിൽ സ്വീഡനിലെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ലോകത്ത് എവിടെ പോയാലും നമുക്ക് പെൻഷൻ കിട്ടുന്നുള്ളതാണ്. അതായത് സ്വീഡനിൽ വർക്ക് ചെയ്തതിൻ്റെ പെൻഷൻ എവിടെയാണെങ്കിലും കിട്ടും. 12ാമത്തെ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ, വേൾഡിലുള്ള ഫസ്റ്റ് ഐസ് ഹോട്ടൽ ഉള്ളത് സ്വീഡനിലാണ്. ഇനി 13ാമത്തെ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തമാശ പോലെ തോന്നും. എന്താണെന്ന് വെച്ചാൽ, സ്വീഡനിലുള്ള ഒരു ഡ്രസ്സിങ് ചേഞ്ചിങ് റൂമിലും ഡോറുകളില്ല, പകരം കർട്ടൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ഡോറായിട്ടില്ല, പക്ഷെ നമുക്കതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആരും കർട്ടൻ വന്ന് മാറ്റി നോക്കുന്ന അനുഭവങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാവുകയും ചെയ്യില്ല. കാരണം കർട്ടൻ ക്ലോസ്ഡ് ആണെങ്കിൽ എല്ലാവർക്കും അറിയാം അകത്ത് ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് ഡോറില്ലാത്തത് ഇതുവരെ പ്രശ്നമായിട്ട് തോന്നിയിട്ടുമില്ല. 14ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇവിടെ കുട്ടികളെ പണിഷ് ചെയ്യുന്നത് ഇല്ലീഗലാണെന്ന്. അതായത് നമ്മൾ കുട്ടികളെ പണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലീസ് പിടിച്ചുകൊണ്ടു പോകും. 15ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നോബൽ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കൺട്രി സ്വീഡനാണ്. അതായത് പീസിനൊഴികെയുള്ള ബാക്കി എല്ലാ കാറ്റഗറീസിനും അവാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്വീഡനിൽ വെച്ചിട്ടാണ്. 16ാമത്തേന്ന് വെച്ചാൽ, ലോകത്തെ ഏറ്റവും വലിയ ഹോം ഫർണിച്ചർ ബ്രാൻഡായ ഐക്കിയ ഫൗണ്ട് ചെയ്തത് സ്വീഡനിലാണ് ഐക്കിയയുടെ ഉത്ഭവം. ഇനി 17ാമത്തേത്, അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ് H&M ഫൗണ്ട് ചെയ്തത് സ്വീഡനിൽ തന്നെയാണ്. 18ാമത്തേന്ന് പറഞ്ഞാൽ, ഗൈഡഡ് പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ 3ാമത്തെ സ്ട്രോങ്ങസ്റ്റ് പാസ്പോർട്ട് സ്വീഡൻ്റേതാണ്. 19ാമത്തേന്ന് പറഞ്ഞാൽ, ലോകത്ത് തന്നെ ഹാപ്പിയസ്റ്റ് കൺട്രിയിൽ 6ാമത്തെ കൺട്രിയാണ് സ്വീഡൻ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫാക്റ്റ്, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 99% ഓഫ് സ്വീഡനിലെ വേസ്റ്റും റീസൈക്കിൾ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ സ്വീഡനിൽ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേസ്റ്റ് ഒന്നും പോരാതെ തന്നെ, അതായത് സ്വീഡനിലെ വേസ്റ്റ് ഒന്നും പോരാതെ തന്നെ ഇവർ നോർവേന്ന് വേസ്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. എന്താ അല്ലേ? അപ്പോൾ റീസൈക്ലിംഗ് റേറ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു കൺട്രിയും കൂടിയാണ് സ്വീഡൻ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ.